ഹലോ സ്റ്റുഡൻസ്, ഞാൻ സ്വാതി കൃഷ്ണ, ഗവൺമെൻറ് ITI മലമ്പുഴയിലെ സർവേ ട്രേഡിലെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ട്രാൻസ്മിഷൻ ലൈൻ സർവേയുടെ കണ്ടിന്യൂഷൻ ക്ലാസ്സാണ്. പാർട്ട് 2. പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിഷൻ ലൈൻ ക്ലാസ്സിൻ്റെ ബേസിക് ടേംസ്, ഒരു ട്രാൻസ്മിഷൻ ലൈൻ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചില ബേസിക് ആയിട്ടുള്ള ടേമുകളെ കുറിച്ചും അതിൻ്റെ ഡെഫിനേഷൻസും അതിൽ വരുന്ന ചില യൂണിറ്റുകളെ കുറിച്ചൊക്കെ നോക്കിയത്. പാർട്ട് 2 നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്മിഷൻ ലൈൻ സർവേ നമ്മൾ ചെയ്യുന്ന സമയത്ത് സർവേൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, അതുപോലെ അതിൽ എല്ലാ സർവേക്കും നമ്മൾ ഇതുവരെ ചെയ്ത പോലെ റോഡ് എഞ്ചിനീയറിങ്ങിലാണെങ്കിലും റെയിൽവേയിലാണെങ്കിലും നമ്മൾ ചെയ്ത പോലെ റെക്കഗ്നൈസൻസ്, പ്രിലിമിനറി, ഡീറ്റെയിൽഡ്, ഫൈനൽ, അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ പ്രിലിമിനറി, റെക്കഗ്നൈസ് അങ്ങനത്തെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാതെ നമ്മൾ ഡീറ്റെയിൽഡ് സർവേനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ വരുന്നത് ലാസ്റ്റായിട്ട് സാക് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടേം കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പാർട്ട് 2 ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ട്രാൻസ്മിഷൻ ലൈൻ നമ്മൾ പുതുതായി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സർവേക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. വൈ ഈസ് സർവേയിങ് ഇമ്പോർട്ടൻറ്റ്? അതായത് നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈൻ പുതുതായി ചെയ്യുന്ന സമയത്ത് സർവേ ചെയ്യുന്നത് കൊണ്ടുള്ള മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. രണ്ട് മെയിനായിട്ടുള്ള റീസൺസ് കൊണ്ടാണ് നമ്മൾ സർവേയും ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, to optimize cost of transmission line to ensure statutory clearance. അതിലെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഏതൊരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക എന്താണ്, നമ്മൾ മാക്സിമം ആ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് നമുക്ക് കുറച്ച് കിട്ടുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സർവേയും ചെയ്ത് മാക്സിമം ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലുള്ള അലൈൻമെൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റായിട്ട് സർവേ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് മെയിൻ റീസൺ ആണ് ടു ഒപ്റ്റിമൈസ് കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. മാക്സിമം ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കോസ്റ്റ് കുറച്ച് കൊണ്ടുവരിക. രണ്ടാമത്തെയാണ് ടു എൻഷ്യൂർ സ്റ്റാറ്റുട്ടറി ക്ലിയറൻസ്. സ്റ്റാറ്റുട്ടറി ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ സർവേ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരുപാട് ലീഗലി ഒരുപാട് കാര്യങ്ങൾ, നിയമപരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ സർവേ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോകുന്ന അലൈൻമെൻറ്റ് പരിസരങ്ങളിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള അറിവ് എല്ലാം കിട്ടും എന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് സർവേയും നമ്മൾ ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ ലൈൻ ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്, ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയാണ് നമ്മൾ മെയിനായിട്ട് സർവേ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സർവേ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഓരോരോ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടു ഒപ്റ്റിമൈസ് കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. ട്രാൻസ്മിഷൻ ലൈന് വരുന്ന സമയത്ത് പൈസ നമുക്ക് എങ്ങനെ കുറയ്ക്കാം, കോസ്റ്റ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ സർവേ ചെയ്യുന്നത് വഴി നമുക്ക് ഏറ്റവും ലൈൻ ലെങ്ത് എന്ന് പറയുന്നുണ്ട്, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് ലൈൻ ലെങ്ത്ത്. നമ്പർ ഓഫ് ലൊക്കേഷൻസ്, ഏതൊക്കെ പോയിന്റുകളിലാണ് ട്രാൻസ്മിഷൻ ലൈൻസ് വരുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള സ്ട്രക്ചേഴ്സൊക്കെ വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ കഴിയും. ഡീവിയേഷൻസ്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ ക്യാഷ് കുറയും, പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഡീവിയേഷൻസ് കൂടുതലായിട്ട് വരും. അപ്പോൾ ഡീവിയേഷൻ കൂടുന്നതിനനുസരിച്ച് കോസ്റ്റും കൂടും. അപ്പോൾ ആ ഡീവിയേഷൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെയാണ് മിനിമം റിവർ ക്രോസിംഗ്. മാക്സിമം റിവർ ക്രോസിങ്സ് ഒക്കെ കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ പുതിയൊരു ബ്രിഡ്ജ് ആണെങ്കിലും റോഡാണെങ്കിലും എല്ലാം ചെയ്യുക. അതേപോലെ തന്നെ പുതുതായിട്ടൊരു ട്രാൻസ്മിഷൻ ലൈൻ വരുന്ന സമയത്തും റിവർ ക്രോസിങ്സ് എല്ലാം കുറച്ചിട്ടാണ് എടുക്കുക. അപ്പോൾ മാക്സിമം മിനിമം റിവർ ക്രോസിങ്സ് ആണ് ആ സ്ഥലത്ത് വരേണ്ടതെന്ന് ഉറപ്പാക്കുക. രണ്ടാമത്തെയാണ് മിനിമം ഫോറസ്റ്റ് ഏരിയാസ്. ഫോറസ്റ്റ് ഏരിയ വരുമ്പോൾ നമുക്ക് ആ കൺസ്ട്രക്ഷൻ സമയത്തൊക്കെ ഡീഫോറസ്റ്റേഷനൊക്കെ ഒരുപാട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിന് ഒരുപാട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ കൺസ്ട്രക്ഷൻ സമയത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ഫോറസ്റ്റ് ഏരിയ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ സർവേ മൂലം നമുക്ക് അങ്ങനെയുള്ള ഏരിയാസൊക്കെ എവിടെയാണ്, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ കഴിയുമെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നാലാമത്തെ പോയിൻ്റാണ് ആക്സസിബിലിറ്റി അല്ലെങ്കിൽ റൈറ്റ് ഓഫ് വേ കൺസിഡറേഷൻ. ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിഷൻ ലൈന് പോകുന്ന അവിടേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ, ഒരുപാട് ഉള്ളിലേക്കുള്ള ഏരിയ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ റൈറ്റ് ഓഫ് വേ എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ രണ്ട് ഭാഗത്തും നമുക്ക് കൺസ്ട്രക്ഷൻ്റെ ബേസിസിൽ നമ്മൾ എടുക്കുന്ന ഒരു സ്പേസാണ് ഈ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ആ റൈറ്റ് ഓഫ് വേ കറക്റ്റായിട്ട് എന്താണ്, നമുക്ക് ആ ലൈനിൽ ആ അലൈൻമെൻറ്റ് പോകുന്ന വഴിയിൽ നമുക്ക് ആ സ്ഥലം ഉണ്ടോ, അത് എടുക്കാൻ പറ്റുമോ, അവിടേക്ക് എത്തിച്ചേരാനുള്ള ആക്സസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കുക. നാലാമത്തെ പോയിൻ്റ്. അഞ്ചാമത്തെ പോയിൻ്റാണ് ആക്സസ് റൂട്ട് കൺസ്ട്രെയിൻസ് ആൻഡ് ടു ഡു കൺസ്ട്രക്ഷൻ പ്ലാനിങ്. നിയന്ത്രണങ്ങൾ, നമുക്ക്
നമ്മൾ പോകുന്ന ആ ആക്സസ് റൂട്ടിൽ കൺസ്ട്രക്ഷൻ പ്ലാനിങ് സമയത്ത് എന്തെങ്കിലും നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സർവേ മൂലം നമ്മൾ ആദ്യമേ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ ചെയ്യുന്ന കാര്യമാണ് സർവേ. അപ്പോൾ സർവേ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ലെങ്ത്ത് കുറവാണോ, ലൊക്കേഷൻസ്, ഡീവിയേഷൻസ്, കുറച്ച് റിവർ ക്രോസിങ്ങേ ഉള്ളോ, ഫോറസ്റ്റ് ഏരിയ കുറച്ചേ വരുന്നുള്ളൂ, അവിടേക്കുള്ള ആക്സസിബിലിറ്റി ഉണ്ടോ, റൈറ്റ് ഓഫ് വേ കൺസിഡറേഷൻ കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സർവേ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയുന്നത്. ഇനി അടുത്തതാണ് ടു എൻഷുവർ സ്റ്റാറ്റുവേറ്ററി ക്ലിയറൻസ്. ഇനി ഈ സ്റ്റാറ്റുവേറ്ററി ക്ലിയറൻസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുക. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ആ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ആ ഒരു ഏരിയയിൽ ലീഗലി എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഈ പള്ളികൾ, അമ്പലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലീഗലിയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഈ ഗ്രൗണ്ട് ക്ലിയറൻസിൽ വരുന്നത്. പിന്നീട് ഹൊറിസോണ്ടൽ ഓർ റൈറ്റ് ഓഫ് വേ ക്ലിയറൻസ്, അതായത് മുമ്പ് ഒപ്റ്റിമൈസ് കോസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മാക്സിമം ആ ലൈൻ വഴി, ആ അലൈൻമെൻറ്റ് പോകുന്ന വഴിയിൽ നമുക്ക് റൈറ്റ് ഓഫ് വേ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ. റൈറ്റ് ഓഫ് വേ എന്ന് പറയുമ്പോൾ സെൻട്രൽ ലൈൻ പോകുന്നു, അതിന് രണ്ട് ഭാഗത്തും നമുക്ക് മറ്റാരും കടന്നു വരാതെ സംരക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ വേലി പോലെ നമുക്ക് കെട്ടേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ബിൽഡിങ്സൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത് ഒരുപാട് രണ്ട് സൈഡുമായിട്ട് ഒരുപാട് സ്ഥലം വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള റൈറ്റ് ഓഫ് വേ കൺസിഡറേഷനൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിനുള്ള ക്ലിയറൻസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ക്ലിയറൻസ് ഫ്രം പവർ ലൈൻസ്, റെയിൽവേ ലൈൻസ്, റോഡ് ക്രോസിങ്സ്. അതേപോലെ തന്നെ നമ്മൾ പോകുന്ന ആ ട്രാൻസിഷൻ ലൈന് റോഡിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ ലൈനിൻ്റെ അടുത്തൂടെയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പവർ ലൈനിൻ്റെ അടുത്തൂടെയാണോ, അങ്ങനെയുള്ള ക്ലിയറൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സ്റ്റാറ്റുവേറ്ററി ക്ലിയറൻസിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ മെയിൻ രണ്ട് റീസൺസ് ആയിരുന്നു ഒപ്റ്റിമൈസ് കോസ്റ്റും എൻഷുവർ സ്റ്റാറ്റുവേറ്ററി ക്ലിയറൻസും. ഈ സ്റ്റാറ്റുവേറ്ററി ക്ലിയറൻസിലും ഒപ്റ്റിമൈസ് ട്രാൻസിഷൻ ലൈനിലും എന്തൊക്കെ വരിക എന്നാണ് നമ്മൾ നോക്കിയത്. പിന്നെ താഴെ ഒരു ചെറിയ നോട്ട് ഞാൻ പറയുന്നുണ്ട്. The routing and the cost of transmission line projects depends on factors like terrain condition, soil condition, river crossings, power line crossings, railway crossings, reserved forest, agriculture fields, etc. through which the line traverses. അതായത് നമ്മളിപ്പോൾ ഒരു ട്രാൻസിഷൻ ലൈന് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് നിയന്ത്രിക്കുന്നതിന് പ്രധാനമായിട്ടും അതിലേക്ക് വരുന്ന അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ടെറൈൻ കണ്ടീഷൻ. നമ്മൾ ലൈൻ പോകുന്ന അവിടുത്തെ ഒരു ഭൂപ്രകൃതി, ടെറൈൻ കണ്ടീഷൻ, സോയിൽ കണ്ടീഷൻ, അവിടുത്തെ മണ്ണിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, മാക്സിമം ഒരു ടവറൊക്കെ വരുമ്പോൾ ആ ടവറിൻ്റെ ലോഡ് ബീർ ചെയ്യാനുള്ള കഴിവുണ്ടോ, അങ്ങനെയുള്ളതൊക്കെയാണ് സോയിൽ കണ്ടീഷൻ. റിവർ ക്രോസിങ്സ് ഒരുപാടാണെങ്കിൽ കോസ്റ്റ് കൂടാനും അതുപോലെ അതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്തൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതുപോലെ പവർ ലൈൻ ക്രോസിങ്സ്, വേറെ ഏതെങ്കിലും ഇലക്ട്രിക്കൽ പവർ ലൈൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. റെയിൽവേ ക്രോസിങ്സ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ റിസർവ്ഡ് ഫോറസ്റ്റിലൂടെയാണോ പോകുന്നത്, അഗ്രികൾച്ചർ ഫീൽഡിൽ പാസ് ചെയ്ത് പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ട്രാൻസ്മിഷൻ ലൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് സർവേക്ക് പോവുകയാണ്. അതായത് എന്തിനാണ് സർവേ ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് സർവേക്ക് പോവുകയാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് സർവേ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളെല്ലാം നമ്മൾ എന്തായാലും കവർ ചെയ്ത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. ഡീറ്റെയിൽഡ് സർവേ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള 7 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഫിക്സിങ് അലൈൻമെൻറ്റ്. ആദ്യം തന്നെ ഡീറ്റെയിൽഡ് സർവേ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഏകദേശം ഒരു പ്രിലിമിനറി ആയിട്ടുള്ളൊരു അലൈൻമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് പോകണം. രണ്ടാമത്തെ ഫിക്സിങ് ലൈൻ പോയിൻറ്റ്. ആ അലൈൻമെൻറ്റിൽ ആവശ്യമുള്ള പോയിൻറ്റുകളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. തേർഡ് പോയിൻറ്റ് ഫിക്സിങ് ഓഫ് ആംഗിൾസ് ഓഫ് ഡീവിയേഷൻ. ചിലപ്പോൾ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് കാരണം നമുക്ക് സ്ട്രെയിറ്റ് പാത്ത് അല്ലാണ്ട് ചെറുതായിട്ടൊന്ന് ഡീവിയേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കറക്റ്റായിട്ട് എവിടെയാണ് വരിക എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. നാലാമത്തേത് ആ ആംഗിൾ ഡീവിയേഷൻ വരുന്ന പോയിൻറ്റുകളെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. അഞ്ചാമത്തെ പോയിൻറ്റ് ഫിക്സിങ് ഓഫ് ഡയറക്ഷൻ പോയിൻറ്റ്സ്. അതായത് കറക്റ്റ് ആ അലൈൻമെൻറ്റ് പോകുന്ന ഡയറക്ഷൻ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. ആറാമത്തെയാണ് മെഷറിങ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആംഗിൾ പോയിൻറ്റ്സ്. ഈ 2 ആംഗിൾ പോയിൻറ്റ്സുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ആംഗിൾ പോയിൻറ്റ്സ് വരുന്ന സമയത്ത് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മെഷർ ചെയ്യേണ്ടതാണ്. ഏഴാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് പോയിൻ്റാണ്
levels at every 10 meter interval or where there is level difference of 30 centimeter. അതായത് ഓരോ 10 മീറ്റർ കൂടുന്ന സമയത്ത് നമ്മൾ ലെവൽ ഡിഫറൻസ് ചെക്ക് ചെയ്തിട്ട് അത് 30 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലാണോ, അങ്ങനെ അല്ലാത്ത കേസിൽ നമ്മൾ എന്തൊക്കെ റെമഡീസ് എടുക്കണമെന്ന് നമ്മൾ അറിയുന്നതിന് വേണ്ടിയിട്ടും ലെവൽ ചെക്ക് ഓരോ 10 മീറ്റർ ഇൻ്റർവെല്ലിലും ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും ഒരു ഡീറ്റെയിൽ സർവേയിൽ നോക്കേണ്ടതാണ്. ഇനി അടുത്തത് ഒരു ഡീറ്റെയിൽ സർവേയിൽ എന്തു വന്നാലും നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡീറ്റെയിൽസ് ഓഫ് റോഡ്സ്. നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ ചെയ്തു പോകുന്ന സമയത്ത് ആ പരിസരത്തുണ്ടാവുന്ന അല്ലെങ്കിൽ ആ പരിസരത്തൂടെ കടന്നു പോകുന്ന റോഡുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും റോഡ് ക്രോസിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച്, റോഡിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അത് നോട്ട് ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമത്തെയാണ് ഡീറ്റെയിൽസ് ഓഫ് വില്ലേജ്. ട്രാൻസ്മിഷൻ ലൈൻ പോകുന്ന പരിസരത്തുള്ള ഗ്രാമങ്ങളെക്കുറിച്ച്, അവിടുത്തെ വില്ലേജുകൾ, അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെയാണ് P&T ലൈൻ ക്രോസിംഗ്. P&T ലൈൻ ക്രോസിംഗ് എന്ന് പറയുന്നത് പവർ ലൈൻ, നമ്മുടെ സാധാരണ ഇലക്ട്രിസിറ്റി പോലുള്ള പവർ ലൈൻ ക്രോസിങ്സ് ആണ് ഈ P&T ലൈൻ ക്രോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉള്ള, അതിലൂടെ ഏത് വോൾട്ടിലുള്ള കാര്യങ്ങളാണ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. നാലാമത്തെയും സെയിം ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് ഓൾ പവർ ലൈൻ ക്രോസിങ്സ്. അതായത് LT to 765 kV വരെയുള്ള അങ്ങനെയുള്ള ആ ഒരു റേഞ്ചിലുള്ള എല്ലാ പവർ ലൈൻസും ക്രോസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അഞ്ചാമത്തെ പോയിൻ്റാണ് റെയിൽവേ ക്രോസിംഗ്. റെയിൽവേ ക്രോസിങ്സ് എവിടെയെങ്കിലും ഉണ്ടാവുന്നുണ്ടോ, അടുത്തത് റിവർ ക്രോസിങ്സ് വരുന്നുണ്ടോ. ഏഴാമത്തെ അഗ്രികൾച്ചർ വെൽസ്, ഫീൽഡ് ബൺസ് ആൻഡ് എർത്ത് ബൺസ് എക്സെട്ര. അതായത് കൃഷിക്ക് ആവശ്യമുള്ള കുളങ്ങളോ അല്ലെങ്കിൽ കിണറുകളോ അല്ലെങ്കിൽ ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബണ്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന സ്ഥലത്ത് വരുന്നുണ്ടോ. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നാമത് അത് കൃഷിയെ ബാധിക്കും, രണ്ടാമത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ മണ്ണിന് ചിലപ്പോൾ മാക്സിമം ലോഡ് ബിയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എട്ടാമത്തെ മെഷറിംഗ് സോയിൽ റെസിസ്റ്റിവിറ്റി അറ്റ് 1 കിലോമീറ്റർ ഇൻ്റർവെൽ. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ കിലോമീറ്റർ കൂടുന്ന സമയത്ത്, ഓരോ കിലോമീറ്റർ കഴിയും തോറും മണ്ണിൻ്റെ മാക്സിമം റെസിസ്റ്റിവിറ്റി, ലോഡ് റെസിസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവ് ചെക്ക് ചെയ്യേണ്ടതാണ്. ഒൻപതാമത്തെ ട്രെയിൻ പിറ്റ്സ് എവിടെയെങ്കിലും വരുന്നുണ്ടോ. അതായത് നമ്മൾ ട്രെയിനൊക്കെ ക്ലീൻ ചെയ്യണം, അങ്ങനെയൊക്കെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ ട്രെയിൻ പിറ്റുകളുണ്ട്. അങ്ങനെയുള്ള ട്രെയിൻ പിറ്റ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. പത്താമത്തെ പോയിന്റ് ക്രോപ്പ് ആൻഡ് ട്രീ ഇനുമിറേഷൻ. അതായത് എവിടെയൊക്കെ കൃഷി വരുന്നുണ്ട് അല്ലെങ്കിൽ ചെടികൾ വരുന്നുണ്ട്, നമ്മൾ പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും മരങ്ങളുണ്ടോ, അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ക്രോപ്പ് ആൻഡ് ട്രീൻ്റെയൊക്കെ കണക്കെടുപ്പ്, എന്യൂമറേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽ സർവേയിൽ നമ്മൾ നിശ്ചയമായും തീർച്ചയായും ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ വാട്ട് നീഡ്സ് ടു ബി അവോയ്ഡഡ് ഇൻക്ലൂഡ്സ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് മീൻസ് നമ്മൾ തീർച്ചയായും ആ കാര്യങ്ങളൊന്നും ആ സ്ഥലത്ത് പാടില്ല, അതിന് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഇനി 8 എണ്ണം പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് റിസർവ് ഫോറസ്റ്റ് ഏരിയ. റിസർവ് ഫോറസ്റ്റ് ഏരിയയിൽ മാക്സിമം നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ കൊണ്ടുപോകാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്മിഷൻ ലൈൻ വരുന്നു, അതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ഒരുപാട് മരങ്ങൾ മുറിക്കേണ്ടി വരും, അവിടുത്തെ ജീവജാലങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം റിസർവ് ഫോറസ്റ്റ് ഏരിയകൾ ഒഴിവാക്കണം. ചില കേസുകളിൽ ഒഴിവാക്കാൻ പറ്റാത്തപ്പോൾ മാക്സിമം ചെറിയൊരു പോർഷൻ കടന്നു പോകുന്ന രീതിയിൽ വേണം നമ്മൾ റിസർവ് ഫോറസ്റ്റ് ഏരിയ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു കാടിൻ്റെ നടുവിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിഷൻ ലൈൻ കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ റിസർവ് ഫോറസ്റ്റ് ഏരിയകൾ അവോയ്ഡ് ചെയ്യണം. മിലിറ്ററി ആൻഡ് ഫയറിംഗ് ഏരിയ ഒഴിവാക്കണം. മൂന്നാമത്തെ എയർപോർട്ടിൻ്റെ പരിസരം, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. നാലാമത്തെ ഇൻഹാബിറ്റഡ് ആൻഡ് തിക്ലി പോപ്പുലേറ്റഡ് ഏരിയ. ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തിൽ ഒരാളുടെ വീടിൻ്റെ നടുവിൽ കൂടി ഒന്നും നമുക്ക് ട്രാൻസ്മിഷൻ ലൈൻ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പോപ്പുലേറ്റഡ് ഒരുപാട് ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ വേണം അത് ചെയ്യാൻ. അപ്പോൾ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക. ഹില്ലി ടെറൈൻ, മലയും കുന്നുമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് സ്റ്റേബിൾ ആവാനും ട്രാൻസ്മിഷൻ ടവറിൻ്റെ സ്റ്റേബിലിറ്റിയെയും അതുപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഹില്ലി ടെറൈൻസ് ഒഴിവാക്കുക. മാർഷി, ലോ ലയിങ് ആൻഡ് സബ്മേഴ്സിബിൾ ഏരിയ. ചതുപ്പ് പോലെയുള്ള നിലങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ചതുപ്പ് നിലങ്ങളിലെല്ലാം നമുക്ക് ഒരിക്കലും ഒരു സ്ട്രക്ചർ സ്റ്റേബിളായി നിർത്താൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ചതുപ്പ് നിലങ്ങൾ ഒഴിവാക്കുക. ഹയർ ആൻഡ് 90 ഡിഗ്രി ആംഗിൾ ടേണിങ്സ്, അതായത് നമ്മൾ ആംഗിൾ ഡീവിയേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് 90 ഡിഗ്രി അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യണം. മാക്സിമം ആ 90 അക്യൂട്ട് ആംഗിളിൽ 90ൽ കുറവുള്ള ആംഗിൾസിൽ വരുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആംഗിൾസ്, അല്ലാണ്ട് പെർഫെക്റ്റ് 90 ഉള്ള ആംഗിൾസിൽ നമ്മൾ ഒരിക്കലും കൊടുക്കരുത്.
ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോറേജ് ഏരിയാസ്, അതായത് ഈ ഓയിൽ ടാങ്കുകളൊക്കെ സേവ് ചെയ്യുന്ന പോലുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അടുത്തതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് മോഡേൺ ടെക്നീക്സിനെ കുറിച്ച്. ദ മോഡേൺ ടെക്നീക്സ് യൂസ്ഡ് ഫോർ ഡീറ്റെയിൽ സർവേ ആർ ഗിവൺ ബിലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്മിഷൻ ലൈൻ സർവേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോഡേൺ ടെക്നീക്സിനെ കുറിച്ചാണ്. ആ ടെക്നീക്സിൽ നമ്മൾ മുമ്പ് മോഡേൺ സർവേ ഇൻസ്ട്രുമെൻറ്റ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, ടോട്ടൽ സ്റ്റേഷൻ, പിന്നെയുള്ള എക്സ്ട്രാ ഒരു സംഭവമാണ് PLS CAD എന്ന് പറയുന്നത്. PLS CAD ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ട്രാൻസ്മിഷൻ ലൈൻ സർവേയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന മോഡേൺ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ തന്നെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS is a space-based satellite navigation system that provides location and time information in all weather anywhere on or near the earth. അതായത് GPS എന്ന് പറയുന്നത് ഒരു സ്പേസ് ബേസ്ഡ് സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റമാണ്. അത് വെച്ചിട്ട് നമുക്ക് ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ, അവിടുത്തെ ടൈം ഇൻഫർമേഷൻ, അവിടുത്തെ വെതർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി GPS എന്താണെന്ന് നമുക്കറിയാം. GPS എല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഫോണിലാണെങ്കിലും ഇപ്പോൾ ഒരു വണ്ടിയിലാണെങ്കിലും നമ്മൾ GPS ഉപയോഗിക്കുന്ന ആളാണ്. GPS-ൻ്റെ കാര്യം അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്കറിയാം, നമ്മൾ പഠിച്ചതുമാണ്. അപ്പോൾ ഈ GPS ഉപയോഗിച്ചിട്ട് സർവേ ചെയ്യുന്ന ഒരു ടെക്നിക്സ് നമ്മൾ ഈ ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെയാണ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. എ ടോട്ടൽ സ്റ്റേഷൻ ഈസ് എ മോഡേൺ സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ് that integrates an electronic theodolite with an electronic distance meter. ടോട്ടൽ സ്റ്റേഷൻ എന്താ പറഞ്ഞാൽ എന്താണ്? ഒരു മോഡേൺ സർവേ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇലക്ട്രോണിക് തിയോഡലൈറ്റും അതിൻ്റെ ഒപ്പം തന്നെ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്ററും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു മോഡേൺ സർവേ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. എ തിയോഡലൈറ്റ് യൂസസ് എ മൂവബിൾ ടെലസ്കോപ്പ് ടു മെഷർ ആംഗിൾസ് ഇൻ ബോത്ത് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻസ്. അതായത് ഒരു തിയോഡലൈറ്റ് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഈ ടോട്ടൽ സ്റ്റേഷനിലും നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടുള്ള എല്ലാ ആംഗിൾസും തന്നെ എടുക്കാൻ കഴിയുന്നു. ദ കോർഡിനേറ്റ്സ് ഓഫ് ആൻ അൺനോൺ പോയിന്റ് റിലേറ്റീവ് ടു എ നോൺ കോർഡിനേറ്റ് ക്യാൻ ബി ഡിറ്റർമൈൻ യൂസിങ് ദ ടോട്ടൽ സ്റ്റേഷൻ. അതായത് നമുക്കറിയുന്ന ചില കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് നമുക്കറിയാത്ത ഒരു പോയിന്റിൻ്റെ അടക്കം കോർഡിനേറ്റ്സ് എടുക്കാൻ നമുക്ക് കഴിയുക എന്നതാണ് ഒരു ടോട്ടൽ സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആ അഡ്വാൻറ്റേജ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒരു ട്രാൻസ്മിഷൻ ലൈൻ സർവേൻ്റെ സമയത്തും ടോട്ടൽ സ്റ്റേഷൻ എന്നുള്ള മോഡേൺ ടെക്നിക്ക് നമ്മൾ ഉപയോഗിച്ചിട്ട് സർവേ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് PLS CAD എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, PLS CAD എന്നുള്ളത് ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. PLS CAD is the most powerful overhead power line design program. It is a sophisticated 3-dimensional engineering tool. അതായത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള പല രീതിയിലുള്ള എൻജിനീയറിംഗ് മോഡൽസിൻ്റെയും 3 ആയിട്ടുള്ള ഫിഗേഴ്സ് നമുക്ക് വരച്ച് അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൺവേ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിസൈനിങ് പ്രോഗ്രാമാണ് PLS CAD എന്ന് പറയുന്നത്. ദ മോഡൽ ക്യാൻ ബി വ്യൂഡ് ഇൻ എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് വേസ്: പ്രൊഫൈൽ വ്യൂസ്, പ്ലാൻ, പ്രൊഫൈൽ ഷീറ്റ്, 3D വ്യൂസ് എക്സെട്ര. അതായത് PLS CAD-ൽ നമ്മൾ ചെയ്യുന്ന ഒരു ഡിസൈൻ പ്രോഗ്രാമിൽ വരുന്ന ഒരു മോഡൽ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരുപാട് രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. പ്രൊഫൈൽ വ്യൂസിലും പ്ലാൻ, പ്രൊഫൈൽ ഷീറ്റ്, 3D വ്യൂസ്, അങ്ങനെ പല വ്യൂസിലും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ PLS CAD സപ്പോർട്ട്സ് ബോത്ത് ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ സ്പോട്ടിംഗ്. അതായത് PLS CAD നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാനുവലായിട്ടും വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ദ സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഫോർ ടവർ സ്പോട്ടിംഗ്. The software automatically provides sag clearance and automatically calculates wind and weight span. അതായത് കറക്റ്റായിട്ട് നമ്മൾ PLS CAD എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കറക്റ്റ് നമ്മുടെ ഓരോ ടവേഴ്സും, ട്രാൻസ്മിഷൻ ലൈൻ ഉപയോഗിക്കുന്ന ടവറുകൾ എവിടെയൊക്കെ വരണമെന്ന് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നു. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി സാഗ് ക്ലിയറൻസ് നമുക്ക് തരുന്നു. സാഗ് ടെംപ്ലേറ്റിനെ കുറിച്ച് അടുത്ത രണ്ട് സ്ലൈഡ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ പറയാം. സാഗ് ക്ലിയറൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടവറിൽ വരുന്ന വിൻഡിൻ്റെയും അതുപോലെ അവിടുത്തെ സ്പാനിൻ്റെയും വെയിറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് തരാൻ PLS CAD നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ദ സോഫ്റ്റ്വെയർ പ്രിപ്പയർസ് ദ പ്ലാൻ ആൻഡ് പ്രൊഫൈൽ വ്യൂ ഓഫ് ദ TL ലൈൻ ആൻഡ് റിപ്പോർട്ട്സ് ജനറേഷൻ. അതായത് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഈ പവർ ട്രാൻസ്മിഷൻ ഓൾറെഡി അതിലൂടെ പോകുന്ന ഈ ലോ ടെൻഷൻ വോൾട്ടേജിലുള്ള ലൈനുകളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാനും അതിൻ്റെ ജനറേഷനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ PLS CAD ഉപയോഗിച്ചിട്ട് ഈസിലി കാണാൻ കഴിയുന്നു. ഇതൊക്കെയാണ് മോഡേൺ സർവേ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിൽ ചെയ്യുന്ന കാര്യങ്ങൾ. GPS-ഉം ടോട്ടൽ സ്റ്റേഷനും അതുപോലെ തന്നെ PLS CAD എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് സർവേയിങ്ങിൽ നമ്മൾ മോഡേൺ ടെക്നിക്സ് ആയിട്ട് ഈ ട്രാൻസ്മിഷൻ ലൈനിൽ വരുന്നത്.
അടുത്തതാണ് ട്രാൻസ്മിഷൻ ലൈൻ അലൈൻമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് ഇനി നോക്കാൻ പോകുന്നത്. The overall objective of transmission line alignment is to identify the optimal path between generating station and substation. അതായത് നമ്മൾ മാക്സിമം ഒരു ട്രാൻസ്മിഷൻ ലൈൻ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് ജനറേറ്റിംഗ് പോയിന്റ് തൊട്ട് സബ്സ്റ്റേഷൻ വരെയുള്ള ആ ലെങ്ത് എന്ന് പറയുന്നത് മാക്സിമം വളരെ ചെറിയ ഒരു ദൂരത്തിനുള്ളിൽ തന്നെ എത്തുന്നവയായിരിക്കണം. അതായത് ചെറിയ ദൂരത്തിനുള്ളിൽ എത്തുന്ന ആ ഒരു പോയിന്റിനെ അല്ലാണ്ട് നമ്മൾ ഒരുപാട് ചുറ്റി വളഞ്ഞ് വരുന്നത് ഒഴിവാക്കി എത്ര പെട്ടെന്ന് നമുക്ക് എത്താൻ കഴിയുമോ അത്രയും പെട്ടെന്ന് എത്തുന്ന രീതിയിലുള്ള ചെറിയ പാത്ത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. Now we can look for some methods for determining the alignment of transmission line. നമ്മളിനി നോക്കാൻ പോകുന്നത് ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല മെത്തേഡുകളെ കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് മാനുവൽ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ അലൈൻമെൻറ്റ്, റോൾ ഓഫ് റിമോട്ട് സെൻസിങ് ട്രാൻസ്മിഷൻ ലൈൻ അലൈൻമെൻറ്റ്, റോൾ ഓഫ് GIS ട്രാൻസ്മിഷൻ ലൈൻ അലൈൻമെൻറ്റ്. അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള മാനുവൽ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ അലൈൻമെൻ്റ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നോട്ട് ഡൗൺ ചെയ്യുന്നത് വലിയൊരു പാരഗ്രാഫായി തരാണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം, അതായത് ലൈക്ക് സ്റ്റെപ്സ് പോലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ് ഇൻവോൾവ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് ബേസ് മാപ്പ് യൂസിങ് ദ സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയാണ് SOI എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ യൂസിങ് ദ സർവേ ഓഫ് ഇന്ത്യ ടോപ്പോ ഷീറ്റ്സ്, അതായത് സർവേ ഓഫ് ഇന്ത്യ ഓൾറെഡി ചെയ്തു വെച്ച ടോപ്പോ ഷീറ്റ്സ്. ടോപ്പോ ഷീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മാപ്പ് പോലെയുള്ള ഒരു കാര്യമാണ് ടോപ്പോ ഷീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യ ചെയ്തു വെച്ചിരിക്കുന്ന ആ മാപ്പ് ഉപയോഗിച്ച് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ കടന്നു പോകുന്ന ആ ഒരു ഏരിയയുടെ ബേസ് മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നത് ദ എവരി ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആർ ട്രേസ്ഡ് ഓൺ ദ ബേസ് മാപ്പ്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ആ ബേസ് മാപ്പിൽ നമ്മുടെ ആ ട്രാൻസ്മിഷൻ ലൈൻ അലൈൻമെൻറ്റ് പോകുന്ന ആ ഏരിയയിലെ എല്ലാ രീതിയിലുള്ള ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സും തന്നെ കാണിച്ചിട്ടുണ്ടാവണം. മൂന്നാമത്തെ പോയിൻ്റാണ് ദ ലൈൻ ഓഫ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണക്റ്റിംഗ് ദ എൻഡ് സ്റ്റേഷൻ ഈസ് കോൾഡ് ബി ലൈൻ. അതായത് ആ ബേസ് മാപ്പ് നമ്മൾ തയ്യാറാക്കുന്ന ബേസ് മാപ്പിൽ ഒരുപാട് ഫസ്റ്റ് പോയിന്റ് തൊട്ട് ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തുന്നത് വരെ ഒരുപാട് രീതിയിൽ നമുക്ക് അലൈൻമെൻറ്റ് കൊണ്ടുപോകാം. പക്ഷേ അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അലൈൻമെൻറ്റ് ലെങ്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അലൈൻമെൻറ്റ് ഉണ്ടാവും. ആ അലൈൻമെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ബി ലൈൻ. ദ ബി ലൈൻ ഈസ് മാർക്ക്ഡ് ഓൺ ബേസ് മാപ്പ്. അതിനുശേഷം ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ആ ബി ലൈനുള്ള ആ അലൈൻമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ബി ലൈനുള്ള അലൈൻമെൻറ്റ് ബേസ് മാപ്പിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടതാണ്. അടുത്തതാണ് ദ പ്രിലിമിനറി റൂട്ട് ഈസ് സെലക്റ്റഡ് അറ്റ് ദിസ് സ്റ്റേജ് ബൈ ആൾട്ടറിങ് ദ കോഴ്സ് ഓഫ് ദ ബി ലൈൻ ഓവർ ദ ബേസ് മാപ്പ് ഇൻ ഓർഡർ ടു അവോയ്ഡ് എനി ക്രോസിങ്സ് ഓഫ് ദ ഫോറസ്റ്റ് ഏരിയ. അതായത് പ്രിലിമിനറി റൂട്ട് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ മാനുവൽ മെത്തേഡിൽ നമ്മൾ ഈ ബി ലൈനൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷമാണ് പ്രിലിമിനറി റൂട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ബി ലൈൻ ചിലപ്പോൾ എന്തെങ്കിലും വേരിയേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മാക്സിമം ബേസ് മാപ്പിൽ നമ്മൾ അപ്പോൾ തന്നെ ഈ എല്ലാം ഓൾട്രേഷനും ചെയ്തുകൊണ്ട് പോകണം. അതേ സമയത്ത് തന്നെ ഈ ബി ലൈൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഫോറസ്റ്റ് ക്രോസിങ്സ് ഒക്കെ വരികയാണെങ്കിൽ മാക്സിമം അതിനെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ബി ലൈൻ്റെ ആ ഒരു ലൈന് നമ്മൾ കൺസിഡർ ചെയ്യാൻ. അതേപോലെ തന്നെ പ്രിലിമിനറി റൂട്ട് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലായതുകൊണ്ട് തന്നെ മാക്സിമം ഷോർട്ടസ്റ്റ് ലെങ്ത് ആയിരിക്കണം. അതുപോലെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഏതെങ്കിലും ഫാക്ടേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാനും ശ്രമിക്കണം. ഇനി അടുത്തതാണ് ദിസ് ഡീവിയേഷൻ ഫ്രം ദ ബി ലൈൻ ഇൻഡ്യൂസസ് ആംഗിൾ പോയിൻറ്റ്സ് എലോങ് ദ അലൈൻമെൻറ്റ് വിച്ച് നീഡ്സ് സ്പെഷ്യൽ ടവേഴ്സ് കോൾഡ് ആംഗിൾ ടവേഴ്സ്. ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഏതൊരു അലൈൻമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്തും എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് പോയിന്ന് വരില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്സ്റ്റാക്കിൾ വരുന്ന സമയത്ത് നമുക്ക് അതിനെ ചിലപ്പോൾ ഡീവിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു ആംഗിൾ ഓഫ് പോയിൻ്റ് ക്രിയേറ്റ് ആവുകയും ആ ആംഗിൾ ഓഫ് പോയിൻറ്റിനെ നമുക്ക് മറ്റൊന്നിൽ നിന്നും തരംതിരിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ഡീവിയേഷൻ അവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആ ആംഗിൾ പോയിൻറ്റിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ടവേഴ്സ് നമുക്ക് കൊടുക്കേണ്ടി വരും. എപ്പോഴും ഒരു ട്രാൻസ്മിഷൻ ലൈൻ പോകുമ്പോൾ ആ ലൈനിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ ടവേഴ്സ് ഉപയോഗിക്കും. ആ ട്രാൻസ്മിഷൻ ടവേഴ്സ് ഓരോ ആംഗിൾ പോയിൻറ്റിലും നമ്മൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആംഗിൾ പോയിൻറ്റുകളിൽ കൊടുക്കുന്ന സ്പെഷ്യൽ ടവേഴ്സിന് പറയുന്ന പേരാണ് ആംഗിൾ ടവേഴ്സ്. ഇതാണ് പുതിയ രണ്ട് വാക്കുകളാണ് നമ്മൾ ഇത്ര നേരം നോക്കിയതിലുണ്ടായിരുന്നത്, ബി ലൈനെ കുറിച്ചും ആംഗിൾ ടവേഴ്സിനെ കുറിച്ചും. ഇനി അടുത്ത പോയിൻ്റാണ് ഡ്യൂറിങ് ദിസ് പ്രോസസ് ഓൾ പോസിബിൾ എഫേർട്സ് ആർ മെയ്ഡ് ടു അവോയ്ഡ് ദ ഫോറസ്റ്റ് കംപ്ലീറ്റ്ലി.
or keep the forest cutting to the nearest minimum. If it becomes unavoidable due to terrain topography or heavy cost of avoiding. അതായത് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഫോറസ്റ്റ് ഏരിയാസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കേസിലാണെങ്കിൽ പോലും ഫോറസ്റ്റിൻ്റെ മാക്സിമം ചെറിയൊരു പോർഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ഫോറസ്റ്റ് ഏരിയാസ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് വഴി നമ്മൾ മാക്സിമം കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള കാര്യം കൂടെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ചില ടെറൈൻസിൻ്റെ കാരണം, ഒരു ഭൂപ്രകൃതിയുടെ കാരണവശാൽ പോലും നമുക്ക് എന്താണ് കോസ്റ്റ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഹില്ലി റീജിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. കോസ്റ്റ് കൂടാത്ത രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതാണ് ദിസ് ഈസ് ഫോളോഡ് ബൈ റെക്കഗ്നൈസൻസ് സർവേ. ഇതെല്ലാം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ റെക്കഗ്നൈസൻസ് സർവേനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട്, റെക്കഗ്നൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്ത് പോയി നമ്മൾ സർവേ ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും അറിയുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു റെക്കഗ്നൈസൻസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സർവേൻ്റെ ഭാഗമായിട്ട് ഒരു അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഫൈനലി ഇതെല്ലാം ചെയ്തതിന് ശേഷം a detailed survey is performed along the right of way for profiling and note down the minor details which are essential to determine tower type, tower height and supporting details for the ട്രാൻസ്മിഷൻ സിസ്റ്റം. അതായത് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ റൈറ്റ് ഓഫ് വേനെ കുറിച്ച് കൂടെ നോക്കണം. റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അലൈൻമെൻറ്റിൻ്റെ രണ്ട് സൈഡ് നമുക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊഫൈലിംഗ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ, മൈനറായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ എടുക്കണം. അതെല്ലാം ചെയ്യുന്നത് വഴി നമുക്ക് അവിടെ ഏത് രീതിയിലുള്ള ടവറാണ് ഉപയോഗിക്കേണ്ടത്, ടവറിന് എത്രത്തോളം ഹൈറ്റ് കൊടുക്കണം, അതിൻ്റെ സപ്പോർട്ടിങ് ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. മാനുവൽ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ എലമെൻറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി വരുന്ന മറ്റൊരു മെത്തേഡാണ് റോൾ ഓഫ് റിമോട്ട് സെൻസിങ് ട്രാൻസ്മിഷൻ ലൈൻ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ റിമോട്ട് സെൻസിങ് എന്നുള്ള കാര്യം നമ്മുടെ മോഡേൺ സർവേ ഇൻസ്ട്രുമെൻറ്റ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിമോട്ട് സെൻസിങ്ങിൽ ഏരിയ ഫോട്ടോഗ്രാഫി, ഫോട്ടോഗ്രാമെട്രി, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റിമോട്ട് സെൻസിങ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു എയർക്രാഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ സർവേ ചെയ്യുന്നതാണ് റിമോട്ട് സെൻസിങ്ങിൽ വരിക എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, അതേ റിമോട്ട് സെൻസിങ്ങിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ അലൈൻമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ദ റിമോട്ട്ലി സെൻസ്ഡ് ഡാറ്റ ഫ്രം സാറ്റലൈറ്റ്സ് ഹാവ് ദ അഡ്വാൻറ്റേജ് ഓഫ് സിനോടോപ്പിക് വ്യൂ ഓഫ് ലാർജ് ഏരിയ റിപ്പിറ്റേറ്റീവ്ലി ഇൻ എ മൾട്ടി സ്പെക്ട്രൽ മോഡ്. അതായത് റിമോട്ട്ലി സെൻസ്ഡ് ഡാറ്റാസ് യൂസ് ചെയ്തിട്ട്, അതായത് അങ്ങനെയുള്ള റിമോട്ട് സെൻസിങ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ എടുക്കുന്ന സമയത്ത് ഒരു വലിയ ഏരിയ ആയിരിക്കും. ആ വലിയ ഏരിയനെ വളരെയധികം ചുരുക്കി ചെറിയ രീതിയിൽ അതിൻ്റെ മാക്സിമം ഡാറ്റാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ റിമോട്ട് സെൻസിങ്ങിൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡാണ് മൾട്ടി സ്പെക്ട്രൽ മോഡിൽ നമ്മൾ ചെയ്യുന്നത്. അതിൽ തന്നെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ദ മൾട്ടി ടെമ്പറൽ or multispectral nature of the remote sensing data help to the most difficult terrains that are completely inaccessible through roads. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ റിമോട്ട് സെൻസിങ് ഉപയോഗിച്ച് കൂടുതൽ നമ്മൾ സർവേ ചെയ്യുന്നത് ഒരിക്കലും ഇന്നാക്സസിബിൾ ആയിട്ടുള്ള റോഡ് വഴി നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഏരിയാസൊക്കെ ഉണ്ടാവും. സർവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോഡ് വഴി നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ആ സ്ഥലങ്ങളിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് അലൈൻമെൻറ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സർവേ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റിമോട്ട് സെൻസിങ്ങിലെ ഒരു മെത്തേഡാണ് ഈ മൾട്ടി ടെമ്പറൽ അല്ലെങ്കിൽ മൾട്ടി സ്പെക്ട്രൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് അവോയ്ഡ്സ് റെക്കഗ്നൈസൻസ് വർക്ക് റിക്വയർഡ് ഇൻ മാനുവൽ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ അലൈൻമെൻറ്റ്. അതായത് ഈ ഒരു മെത്തേഡ്, റിമോട്ട് സെൻസിങ്ങിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് മാനുവൽ മെത്തേഡ് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്ത്, അല്ലെങ്കിൽ റെക്കഗ്നൈസൻസ് സർവേ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു. കാരണം ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മാക്സിമം നമ്മൾ എന്താണ്, ആ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞിട്ടാണ് എല്ലാ ഡീറ്റെയിൽസും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റെക്കഗ്നൈസൻസ് വർക്ക് എന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു. അടുത്തതാണ് റിമോട്ട് സെൻസിങ് ഡാറ്റ ടുഗദർ വിത്ത് SOI ടോപ്പോ ഷീറ്റ്സ്. അതായത് ഓൾറെഡി പറഞ്ഞ സർവേ ഓഫ് ഇന്ത്യയുടെ മാപ്സ് ഉപയോഗിച്ച് റിമോട്ട് സെൻസിങ് ഡാറ്റയും രണ്ടും കൂടെ കമ്പയർ ചെയ്ത് ആർ യൂസ്ഡ് ഇൻ മാപ്പിംഗ് ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചർ ലാൻഡ്, ഫാലോ ലാൻഡ്, വേസ്റ്റ് ലാൻഡ്, ഫോറസ്റ്റ് ഏരിയ, പ്ലാന്റേഷൻ ടാങ്ക്സ്, റിസർവോയർ, മേജർ റോഡ്സ്, റെയിൽവേ നെറ്റ്വർക്ക് ആൻഡ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്. അതായത് നമുക്ക് ഓൾറെഡി ഉള്ള സർവേ ഓഫ് ഇന്ത്യയുടെ മാപ്പും അതുപോലെ തന്നെ നമ്മൾ റിമോട്ട് സെൻസിങ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഡാറ്റാസും ഉപയോഗിച്ച് ഓൾറെഡി ഉള്ള മാപ്പിൽ നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താം. അത് അഗ്രികൾച്ചർ ലാൻഡിലാവാം, ഫാലോ ലാൻഡിലാകാം, വേസ്റ്റ് ലാൻഡിൽ, ഫോറസ്റ്റ് ഏരിയ, പ്ലാന്റേഷൻ, അങ്ങനെയുള്ള ഓരോ റീജിയൻസിലെയും നമ്മൾ കണ്ടുപിടിച്ച പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് പുതുതായിട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഈ റിമോട്ട് സെൻസിങ് വഴി കഴിയുന്നു.
ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് റോൾ ഓഫ് GIS ഇൻ ട്രാൻസ്മിഷൻ ലൈൻ അലൈൻമെൻറ്റ്. ട്രാൻസ്മിഷൻ ലൈൻ അലൈൻമെൻറ്റിൽ GIS നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ലൈൻ റൂട്ട് സെലക്ഷൻ ഈസ് ഹൈലി കൺസ്ട്രെയിൻ ഡ്യൂ ടു ലാക്ക് ഓഫ് എ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചസ്. അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ട്രാൻസ്മിഷൻ ലൈൻ റൂട്ട് നോക്കുന്ന സമയത്ത് മാനുവലായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം മാറുന്നുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ സെക്കൻഡ് പോയിന്റ്, എ മേജർ ഡ്രോബാക്ക് ഓഫ് ദിസ് മാനുവൽ സിസ്റ്റം ഈസ് ഇറ്റ്സ് ഇനേബിലിറ്റി ടു ഹാൻഡിൽ മൾട്ടിപ്പിൾ ലെയർ ഓഫ് ഡാറ്റ അണ്ടർ വൺ സിംഗിൾ എൻവിറോൺമെൻറ്റ്. അതായത് ഇങ്ങനെയുള്ള കേസിൽ നമ്മളൊരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ആ ഒരു എൻവിറോൺമെൻറ്റിനെ കുറിച്ച് മാക്സിമം ഡാറ്റാസ് മാനുവലി നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഓരോ അന്തരീക്ഷത്തിലെ ഓരോ കണ്ടൻറ്റിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം. അതായത് ഒരു ട്രാൻസ്മിഷൻ ടവർ വരുന്ന സമയത്ത് വിൻഡ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു ട്രാൻസ്മിഷൻ ടവറിൻ്റെ ടൈപ്പും അതുപോലെ അതിൻ്റെ ഹൈറ്റും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എൻവിറോൺമെൻറ്റിൻ്റെ ഓരോ ലെയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് മാനുവലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാനുവലായിട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ മേജർ ഡ്രോബാക്കാണ് ഈ മാനുവലായിട്ട് ചെയ്യുക. അതുവഴി നമുക്ക് ഈ ഡീറ്റെയിൽസ് ഓരോ ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന കേസിൽ അവിടെയാണ് നമ്മുടെ GIS ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. GIS അതുപോലെ തന്നെ റിമോട്ട് സെൻസിങ് ഉപയോഗിച്ച് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മാപ്പുകൾ കിട്ടുകയും നാലാമത്തെ പോയിൻ്റാണ് ഈസ് ഏബിൾ ടു ഇൻ്റഗ്രേറ്റ് ഓൾ ദ അവൈലബിൾ തീമാറ്റിക് ലെയേഴ്സ് യൂസ് ഡാറ്റ കണ്ടെയ്ൻഡ് വിത്തിൻ ഈച്ച് ലെയർ ആസ് ഫാക്ടർ വൈൽ പ്രൊവൈഡിങ് പ്രോസ്പെക്റ്റീവ് റൂട്ട്സ്. അതായത് ഈ GISഉം റിമോട്ട് സെൻസിങ് ഉപയോഗിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള മാപ്പ് യൂസ് ചെയ്തിട്ട് മാക്സിമം നമുക്ക് കൺസിഡറബിൾ ആയിട്ടുള്ള എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസ് നോക്കിയിട്ട് മാക്സിമം പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള റൂട്ട്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അടുത്ത പോയിൻ്റാണ് ദ ട്രാൻസ്മിഷൻ ലൈൻ ഷുഡ് ബൈ ഓൾ മീൻസ് ഫോളോ ദ പാത്ത് ഓഫ് ലീസ്റ്റ് കോസ്റ്റ്. ദസ് എ പ്രോബ്ലം ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ അലൈൻമെൻറ്റ് GIS ഈസ് എസെൻഷ്യലി എ ലീസ്റ്റ് കോസ്റ്റ് പാത്ത് പ്രോബ്ലം. അതായത് ട്രാൻസ്മിഷൻ ലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം എപ്പോഴും എന്താണ് കോസ്റ്റ് കുറഞ്ഞ ഒരു പാത്ത് വേണം എടുക്കാൻ. പക്ഷെ അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്താണ് അത് ഒരുപാട് ലെങ്തി ആവരുത്. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ വേണം നമ്മൾ പാത്ത് സെലക്ട് ചെയ്യാൻ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ലീസ്റ്റ് കോസ്റ്റ് പാത്ത് പ്രോബ്ലം അല്ലെങ്കിൽ LCP പ്രോബ്ലം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റിൽ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുകയാണ് LCP ഈസ് എ റാസ്റ്റർ GIS അൽഗോരിതം യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ റൂട്ട് പ്ലാനിങ്, വെഹിക്കിൾ നാവിഗേഷൻ, പൈപ്പ് ലൈൻ കൺസ്ട്രക്ഷൻ ആൻഡ് മെനി അതർ ആക്ടിവിറ്റി. LCP എന്ന് പറയുന്നത് GISൻ്റെ ഒരു റാസ്റ്റർ അൽഗോരിതമാണ്. GISൻ്റെ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ റാസ്റ്റർ അൽഗോരിതത്തിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ LCP എന്ന് പറയുന്നത് GISൻ്റെ ഒരു റാസ്റ്റർ അൽഗോരിതമാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കാനില്ല. അപ്പോൾ അങ്ങനെ അതിൽ ഈ LCPൻ്റെ ഒരു ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ റൂട്ട് പ്ലാനിങ് അതുപോലെ വെഹിക്കിൾ നാവിഗേഷൻ, പൈപ്പ് ലൈൻ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സാഗ് ടെംപ്ലേറ്റിനെ കുറിച്ചാണ്. ഈ സാഗ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടവർ ഇറക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ടവർ പുതുതായിട്ട് ഈ ട്രാൻസ്മിഷൻ ലൈനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ടവർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ, അവിടുത്തെ ഗ്രൗണ്ട് ക്ലിയറൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് എത്ര വേണം, അവിടുത്തെ വിൻഡിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടേമാണ് ഈ സാഗ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനേഷനിലേക്ക് നമുക്ക് പോവാം. ദ സാഗ് ടെംപ്ലേറ്റ് ഈസ് യൂസ്ഡ് ഫോർ അലോക്കേറ്റിംഗ് ദ പൊസിഷൻ ആൻഡ് ഹൈറ്റ് ഓഫ് ദ സപ്പോർട്ട്സ് കറക്റ്റ്ലി ഓൺ ദ പ്രൊഫൈൽ. അതായത് പ്രൊഫൈൽ മീൻസ് നമ്മൾ കൊണ്ടുവരുന്ന ആ അലൈൻമെൻറ്റിൽ കറക്റ്റായിട്ട് ഒരു ടവർ ട്രാൻസ്മിഷൻ ടവറിന് വേണ്ടിയിട്ടുള്ള പൊസിഷനും അതിൻ്റെ ഹൈറ്റും അതിൻ്റെ സപ്പോർട്ട്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാഗ് ടെംപ്ലേറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ദ സാഗ് ടെംപ്ലേറ്റ് ഡിസൈഡ് ദ ലിമിറ്റേഷൻസ് ഓഫ് വെർട്ടിക്കൽ ആൻഡ് വിൻഡ് ലോഡ്. അതായത് സാഗ് ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്ന വഴി അല്ലെങ്കിൽ അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവിടെ ഉണ്ടാകുന്ന വെർട്ടിക്കൽ വിൻഡ് ലോഡിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത്. It also limits the minimum clearance angle between the sag and the ground for safety purpose. അതായത് ഈ സാഗ് ടെംപ്ലേറ്റിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റ്സ് ആയിട്ട് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയറൻസ് ആംഗിളും അതുപോലെ തന്നെ അവിടുത്തെ സാഗും തമ്മിൽ നമ്മുടെ സേഫ്റ്റി പർപ്പസും കൂടെ നോക്കിയിട്ട് അവിടുത്തെ ക്ലിയറൻസ്, ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ തന്നെ സാഗ് ടെംപ്ലേറ്റും കൂടിയുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിമിറ്റ് എത്രയാണെന്ന് നമുക്ക് ഈ സാഗ് ടെംപ്ലേറ്റ് വഴി കണ്ടുപിടിക്കാൻ കഴിയുന്നു.
The sac template is usually made up of transparent celluloid or perspex or sometimes cardboard. അതായത് സെല്ലുലോയിഡ് പേഴ്സ്പെക്സ് അല്ലെങ്കിൽ ഈ കാർഡ്ബോർഡ് എന്ന് പറയുന്നതൊക്കെ ഓരോ മെറ്റീരിയലാണ്, അതിൻ്റെ മോഡൽ ഉണ്ടാക്കുക. ഈ പേഴ്സ്പെക്സും ഈ സെല്ലുലോയിഡ് എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റാണ്. ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റിൽ നമ്മൾ ഈ സാക് ടെംപ്ലേറ്റ്, ഈ താഴെ തന്നിരിക്കുന്ന ഈ ഫിഗറാണ് ശരിക്കും ഈ സാക് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. സാക് ടെംപ്ലേറ്റ് ടെമ്പറേച്ചറിൻ്റെ വിൻഡിൻ്റെ എല്ലാം എഫക്റ്റ് വരുന്ന സമയത്തും ആ ടവറിനെ സ്റ്റേബിളായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവിടുത്തെ ഓരോന്നിൻ്റെയും വാല്യൂസ് എങ്ങനെയാണ്, അപ്പോൾ അതിൻ്റെ റീജിയൻ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റായിട്ട് ഒരു ടവർ ഇറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ടേമാണ് സാക് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഒരു സാക് ടെംപ്ലേറ്റ് കർവിൻ്റെ ഈ പിക്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. 4 കർവുകളാണ് ഒരു സാക് ടെംപ്ലേറ്റിൽ ഉണ്ടാവുക. ഹോട്ട് ടെംപ്ലേറ്റ് കർവ് ഓർ ഹോട്ട് കർവ്, ഗ്രൗണ്ട് ക്ലിയറൻസ് കർവ്, സപ്പോർട്ട് ഫുട്ട് ഓർ ടവർ കർവ്, കോൾഡ് കർവ് ഓർ അപ്ലിഫ്റ്റ് കർവ്. ഈ 4 കർവുകളാണ് നമ്മുടെ ഈ സാക് ടെംപ്ലേറ്റിൽ ഉണ്ടാവുക. ഇനി ഓരോ കർവിനെ കുറിച്ചും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഹോട്ട് കർവ്. The hot curve is obtained by the plotting the sag at maximum temperature against the span length. It shows where the support must be located to maintain the prescribed ground clearance. അതായത് നമുക്ക് ആവശ്യമുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ്, അതായത് ടവറും ഈ ബേസും തമ്മിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കഴിഞ്ഞതിന് ശേഷം മാക്സിമം എത്രത്തോളം സേഫ്റ്റി ആയിട്ട് നമുക്ക് സപ്പോർട്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നുള്ളതൊക്കെയാണ് ഈ ഹോട്ട് കർവിൽ വരുന്നത്. ഹോട്ട് കർവ് അതിൻ്റെ പേര് പോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ ബേസിസിൽ മാക്സിമം ടെമ്പറേച്ചർ ഈ മൊത്തം സ്പാനിൻ്റെ ഏത് ലൈനിലാണ് വരിക എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് ഈ ഹോട്ട് കർവിൽ പറയുന്നത്. നമ്മുടെ സാക് ടെംപ്ലേറ്റിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന കാര്യമാണ് ഈ ഹോട്ട് കർവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കർവ് എന്ന് പറയുന്നത്. ഇത് പഠിക്കുന്ന സമയത്ത് മുൻപ് കാണിച്ച സ്ലൈഡിലെ ആ പിക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നോക്കുക. രണ്ടാമത്തെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കർവ് എന്ന് പറയുന്നത്. ദ ക്ലിയറൻസ് കർവ് ഈസ് ബിലോ ദ ഹോട്ട് കർവ്. ഹോട്ട് കർവിൻ്റെ താഴെ കാണുന്ന കർവാണ് ക്ലിയറൻസ് കർവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്രോൺ പാരലൽ ടു ദ ഹോട്ട് കർവ്. ഹോട്ട് കർവിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കർവ് വരച്ചിരിക്കുന്നത്. ആൻഡ് അറ്റ് എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു ദ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടോ അതേ ലെവലിന് ഈക്വൽ ആയിട്ടുള്ള വെർട്ടിക്കൽ കർവായിരിക്കും, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഈ ഗ്രൗണ്ട് ക്ലിയറൻസും ഹോട്ട് കർവും തമ്മിൽ ഉള്ളത്. അടുത്തതാണ് സപ്പോർട്ട് ഫുട്ട് കർവ് എന്ന് പറയുന്നത്. സപ്പോർട്ട് ഫുട്ട് കർവ്. ദിസ് കർവ് ഈസ് ഡ്രോൺ ഫോർ ലൊക്കേറ്റിംഗ് ദ പൊസിഷൻസ് ഓഫ് ദ സപ്പോർട്ട്സ് ഫോർ ടവർ ലൈൻ. അതായത് ടവർ ലൈനിൻ്റെ സപ്പോർട്ട്സ് എവിടേക്ക് വരണം, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻസ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കർവാണ് സപ്പോർട്ട് ഫുട്ട് കർവ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ ഹൈറ്റ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ടു ദ പോയിൻ്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ടു ദ ലോവർ കണ്ടക്ടർ. അതായത് മൊത്തം ആ ടവറിൻ്റെ ഹൈറ്റിൽ നിന്നും നമ്മുടെ ലോവർ കണ്ടക്ടറും അവിടുത്തെ സപ്പോർട്ട് അറ്റാച്ച്മെൻറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ പോയിന്റുകളൊക്കെ എവിടെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സപ്പോർട്ട് ഫുട്ട് കർവ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഈ ഓരോ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അടുത്ത പാർട്ട് 3 ട്രാൻസ്മിഷൻ ലൈൻ ക്ലാസ്സിലാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. ലാസ്റ്റിൽ 4-മത്തെയാണ് കോൾഡ് കർവ് ഓർ അപ്ലിഫ്റ്റ് കർവ്. കറസ്പോണ്ടിങ് ടു ദ വെർട്ടിക്കൽ കമ്പണൻറ്റ് ഓഫ് സാഗ് അറ്റ് വേഴ്സ്റ്റ് ലോഡ് കണ്ടീഷൻ ഓഫ് വിൻഡ്. അതായത് വിൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ സാഗ് ടെംപ്ലേറ്റിനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോൾഡ് കർവിലാണ് ഇതിനെക്കുറിച്ച് വിൻഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. ഇത് ഈ ഓരോ കർവിൻ്റെയും പേര് പോലെ തന്നെ ഹോട്ട് കർവിലാണെങ്കിൽ ടെമ്പറേച്ചറിനെ കുറിച്ച്, ഗ്രൗണ്ട് ക്ലിയറൻസ് കർവിലാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, സപ്പോർട്ട് ഫുട്ട് കർവിലാണെങ്കിൽ സപ്പോർട്ട് വരുന്ന സമയത്ത് അതിൻ്റെ പോയിന്റുകൾ എവിടെയാണെന്നുള്ളതിനെ കുറിച്ച്, കോൾഡ് കർവ് ഒരു അപ്ലിഫ്റ്റ് കർവിൽ അവിടെ ഉണ്ടാകുന്ന വിൻഡ് ഫോഴ്സിനെ കുറിച്ച്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഓരോ കർവിലും പറയുന്നത്. ഇനി കംപ്ലീറ്റ് ആയിട്ടൊരു നോട്ട് പോലുള്ളൊരു കാര്യമാണ്. എബോവ് മെൻഷൻഡ് കർവ്സ് ആർ ഫസ്റ്റ് ഡ്രോൺ ഓൺ എ സ്ക്വയേർഡ് പേപ്പർ ഓൺ ദ സെയിം സ്കെയിൽ ഓഫ് പ്രൊഫൈൽ. അതായത് നമ്മൾ ഈ അലൈൻമെൻറ്റ് വരച്ചിരിക്കുന്ന അതേ സ്കെയിലിൽ തന്നെ ഒരു സ്ക്വയേർഡ് പേപ്പറിൽ നമ്മൾ മേലെ കാണിച്ചിരിക്കുന്ന എല്ലാ കർവിൻ്റെയും സാക് ടെംപ്ലേറ്റ് വരയ്ക്കുന്നു. അതിനുശേഷം അതായത് ആ പേപ്പറിൽ പ്രൊഫൈൽ വരച്ചിരിക്കുന്ന ആ പേപ്പറിൽ നമ്മൾ ഒരു സ്ക്വയർ പേപ്പറിൽ അത് വരയ്ക്കുന്നു. അതിനുശേഷം suitable scales is selected with the help of sharp pointer probe. The curves are transferred to transparent cellular or perspex. അതിനുശേഷം നമ്മളൊരു പേപ്പറിൽ ഈ പ്രൊഫൈലിന് ഒരുമിച്ച് ഈ കർവുകളെല്ലാം വരച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു ഷാർപ്പ് പോയിൻ്റ് പ്രോബ് ഉപയോഗിച്ച് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്പെറൻറ്റ് സെല്ലുലോയിഡിലോ അല്ലെങ്കിൽ പേഴ്സ്പെക്സിലോ ഈ കർവെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ട്രേസ് ചെയ്യുന്നു.
ദ പേഴ്സ്പേസ് ഈസ് ദെൻ കട്ട് അലോങ് ദ ലൈൻ ഓഫ് മാക്സിമം സാഗ് ദ ഹോട്ട് കർവ്. അതായത് അതിനുശേഷം ഈ പേഴ്സ്പെക്സ് അല്ലെങ്കിൽ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ വരച്ചെടുത്ത ആ ഷീറ്റ്, ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ വരച്ചെടുത്ത ആ ഷീറ്റ് ഏറ്റവും ഹൈ ആയിട്ടുള്ള ഹോട്ട് കർവിൻ്റെ അല്ലെങ്കിൽ മാക്സിമം സാഗിൻ്റെ ആ ലൈനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സാക്കിൻ്റെ കാര്യത്തിൽ സാക്ക് ടെംപ്ലേറ്റിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് വരേണ്ട കാര്യമില്ല. സാക്ക് ടെംപ്ലേറ്റ് ഒരു ടവർ ഇറക്റ്റ് ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ അതിൽ വരുന്ന സപ്പോർട്ട്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാക്ക് ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നത്. സാക്ക് ടെംപ്ലേറ്റിൽ നമ്മൾ 4 തരം കർവുകളാണ് കൺസിഡർ ചെയ്യുന്നത്. ഹോട്ട് കർവ്, ഗ്രൗണ്ട് ക്ലിയറൻസ് കർവ്, സപ്പോർട്ട് ഫുഡ് കർവ്, കോഡ് കർവ്, അപ്ലിഫ്റ്റ് കർവ്. ഹോട്ട് കർവിൽ നമ്മുടെ 2 ടവറുകൾക്കിടയിൽ ഉണ്ടാകുന്ന മാക്സിമം ടെമ്പറേച്ചർ പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ലൈൻസ് നമ്മൾ ഇമാജിനറി ആയിട്ട് വരച്ചു വന്നതാണ് ഈ ഹോട്ട് കർവിൽ പറയുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് കർവിലും അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് വിട്ട് എത്ര ഹൈറ്റിലോളം ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുക്കുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കർവിൽ വരുന്നത്. സപ്പോർട്ട് ഫുഡ് കർവിലാണ് നമ്മൾ ട്രാൻസ്മിഷൻ ടവറിൽ യൂസ് ചെയ്യുന്ന സപ്പോർട്ടുകൾ ഏത് പോയിന്റിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചാണ് ഈ സപ്പോർട്ട് ഫുഡ് കർവിൽ പറയുന്നത്. കോൾഡ് കർവിലാണ് ആ ടവറിലേക്ക് ഉണ്ടാവുന്ന വിൻഡ് ഫോഴ്സിൻ്റെ എഫക്റ്റിനെ കുറിച്ച് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു സാക്ക് ടെംപ്ലേറ്റിൽ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ഈ പാർട്ട് 2-ൽ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്തത് പാർട്ട് 3-ൽ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിഷൻ്റെ ടൈപ്പും അതിലെ മെറ്റീരിയൽസും അതിൻ്റെ ഓരോ ഷേപ്പിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് പാർട്ട് 2-ൻ്റെ ക്ലാസ്സിലുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.